ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ്. വെൽക്കം ടു ഫോക്കസ് ട്രേഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവരും കുറേ പേര് എന്നോട് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്, ആവശ്യപ്പെട്ട ഒരു സബ്ജക്റ്റാണ് നമ്മുടെ ഫണ്ടിങ് അക്കൗണ്ട്സിനെ കുറിച്ചിട്ട്. അല്ലെ, ഫണ്ടിങ് നമുക്ക് ഫണ്ട് തന്നിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ചില ഫേമുകളുണ്ട്, അല്ലെങ്കിൽ ചില പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. കുറേ പേരൊക്കെ കേട്ട് കാണും, കുറേ പേരൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് കേട്ട് കാണുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പോഴും അതിനെക്കുറിച്ച് ശരിക്കും അറിയാത്ത അല്ലെങ്കിൽ പല സംശയങ്ങളുള്ള ആളുകളുണ്ട്. അപ്പോൾ ഫണ്ടഡ് അക്കൗണ്ട്സിനെ കുറിച്ചിട്ട് അറിയാത്ത ആളുകളോട് ജസ്റ്റ് ഞാൻ അതെന്താന്ന് പറഞ്ഞു തരാം. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നോട് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഏതെങ്കിലും ബ്രോക്കേഴ്സിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രോക്കറിനെ സെലക്ട് ചെയ്യാൻ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, ഞാൻ അക്കൗണ്ട് ഓപ്പണിങ്ങിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതല്ല വേറെ എന്തെങ്കിലും ഡൗട്ടുകളാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. സോ നമുക്കിന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫണ്ടഡ് അക്കൗണ്ടിനെ കുറിച്ച്. അപ്പോൾ കുറേ പേർക്കൊന്നും ഇതെന്താണ് എന്ന് ശരിക്കും അറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എമൗണ്ട് ഇടണ്ട ചില ഫേമുകൾ അല്ലെങ്കിൽ ചില പ്ലാറ്റ്ഫോമുകൾ, അതായത് ഇവരെ നമ്മൾ പറയുന്നത് പ്രോപ്പ് ഫേം എന്നാണ്, അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി ഫേം എന്നാണ്. അതിനെ നമ്മൾ ചുരുക്കിയിട്ടാണെങ്കിൽ പ്രോപ്പ് ഫേം എന്ന് പറയും. അപ്പോൾ ഈ പ്രോപ്പ് ഫേമുകാരെന്ത് ചെയ്യും? അവർ നമുക്ക് ഫണ്ട് തരും. അതായത് ഫണ്ടുള്ള ഒരു അക്കൗണ്ട് അവർ നമുക്ക് തരും. അതെന്ന് പറഞ്ഞാൽ $5,000 തൊട്ട് $1,00,000 വരെയുള്ള അക്കൗണ്ടുകളായിരിക്കും. അപ്പോൾ ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഉള്ള അക്കൗണ്ട് നമുക്ക് തരും. നമ്മൾ ജസ്റ്റ് ട്രേഡ് ചെയ്യുക. ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർസെൻറ്റേജ് 50-50 ഉണ്ട്, 60-40 ഉണ്ട്, അല്ലെങ്കിൽ ചിലതിലൊക്കെ അതിനും കൂടുതൽ 70% നമുക്ക് എടുക്കാം, 30%. നമ്മൾ ഒരു മാസം ഇപ്പോൾ ഒരു $1,000 ആണെങ്കിൽ $700 നമുക്ക് എടുക്കാം, 300 അവർക്ക് കൊടുക്കണം, 500 നമുക്ക് എടുക്കാം, 500 അവർക്ക് കൊടുക്കണം. ആ രീതിയിൽ ഒരു പെർസെൻറ്റേജ് നമുക്ക് ഷെയർ ചെയ്യും. അപ്പോൾ 50 ആണ് മിനിമം, 50 to അതിന് മുകളിലേക്ക് കൊടുക്കുന്ന ഫേമുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഷെയർ ചെയ്യും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത് വളരെ ഇപ്പോൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നും ഇത് നല്ല സുഖമല്ലോ, കാരണം നമുക്ക് ഇത്രയും എന്തായാലും കുറേ പേർക്കൊക്കെ ഇത്രയും ഹ്യൂജ് എമൗണ്ട് $5,000 എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു എമൗണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്രയും 5,000 തൊട്ട് $1,00,000 വരെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും അത്രയ്ക്കൊന്നും ഇടാൻ കഴിയുന്നില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് അത് നല്ലൊരു കാര്യമല്ലേ എന്ന് വരും. പക്ഷെ പലരും അപ്പോഴും ഡൗട്ടുണ്ടോ, ഇതൊക്കെ ഒറിജിനൽ ആണോ? അതായത് ഇങ്ങനെ അവർ ഇത്രയും എമൗണ്ട് നമുക്ക് തരുന്നു, നമ്മൾ ട്രേഡ് ചെയ്തിട്ട് 50% ഇത് കിട്ടുമോ ലാസ്റ്റ്? നമുക്ക് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു പെർസെൻറ്റേജ് നമുക്ക്, അതായത് ആ പ്രോഫിറ്റ് നമുക്ക് ഷെയർ ചെയ്യുമോ, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും തട്ടിപ്പുണ്ടോ? ഇങ്ങനെയും കുറേ ഡൗട്ടുകൾ ഉണ്ടാകും. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ പ്രോപ്പ് ഫേം എന്ന് പറഞ്ഞിട്ട് കുറേ ഇപ്പം നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല എന്താണ് സൈറ്റുകളുടെയും പേരുകൾ നിങ്ങൾക്ക് കിട്ടും. പലരും ഇങ്ങനത്തെ നമുക്ക് ഫണ്ട് തരാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഇത് ബേസിക്കലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു സൈറ്റ് കയറുന്നു, ആ സൈറ്റിൽ നമ്മുടെ നെയിമും കാര്യങ്ങളെല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. എല്ലാത്തിലും ഒരുപോലെയല്ല, എന്നാലും ബേസിക്കലി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ചിലതിൽ വാട്സപ്പ് ത്രൂ ആയിരിക്കും ക്വസ്റ്റ്യൻസ്, ചിലതിൽ ആ സൈറ്റിൽ തന്നെ ഉണ്ടാവും. അതായത് നമ്മൾ ട്രേഡിംഗ് എക്സ്പീരിയൻസ് എത്രയായി, നമ്മൾ ഒരു ദിവസം എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു ദിവസം നമുക്ക് എത്ര ലോസ് ഉണ്ടായിട്ടുണ്ട്, നമ്മൾ ഇതുവരെ എടുത്ത പ്രോഫിറ്റ് എത്ര, ഏതാണ് നമ്മുടെ സ്ട്രാറ്റജി, നമ്മൾ മോസ്റ്റ്ലി അതായത് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി, ഇങ്ങനെയൊക്കെ ചോദിക്കും. അത് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ സത്യമോ കള്ളത്തരോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. കാരണം നമ്മളവിടെ കൊടുക്കുന്നതിന് തെളിവും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് നമ്മളത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് അവർ നമുക്ക് ഡെമോ അക്കൗണ്ട് തരും. നമുക്ക് ട്രേഡ് ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കണം. അതായത് ട്രേഡ് ചെയ്ത് അവർ 2 ഫേസ് ആയിട്ടാണ് ഇത് ഉണ്ടാവുക. അതായത് ആദ്യത്തെ ഫേസിൽ നമുക്ക് ഇത്ര സമയം തരും, ഒരു മാസം, ഒരു 2 week to 4 week എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം നമുക്ക് സമയം തരും. ആ സമയം കൊണ്ട് അവർക്ക് ഇത്ര പ്രോഫിറ്റ് ആക്കി കൊടുക്കണം. അവർ ഒരു $5,000 അക്കൗണ്ട് അല്ലെങ്കിൽ $1,000 അക്കൗണ്ട് തരും. അതിൽ നമ്മൾ ഇത്ര പ്രോഫിറ്റ് ആക്കി കൊടുക്കണം. അതിന് പല നിബന്ധനകളും ഉണ്ടാവും. അതായത് നമുക്കിപ്പോൾ അവർ പറയും ഒരു മാസം കൊണ്ട് ഇതിൻ്റെ 50% പ്രോഫിറ്റ് ആക്കണം, അല്ലെങ്കിൽ 20% പ്രോഫിറ്റ് ആക്കണം. ഡെയിലി ലോസിന് ഇത്ര ലിമിറ്റ് ഉണ്ടാവും. ഡെയിലി ഒരു 10% ലോസ്. ഇപ്പോൾ $1,000 ആണെങ്കിൽ 100 ഒരു ദിവസം ലോസ് വരുത്താം, അതിൽ കൂടുതൽ ലോസ് വരുത്തരുത്. അതുപോലെ തന്നെ ഒരു മന്ത്
10% ലോസേ വരാൻ പാടുള്ളൂ, അതിന് കൂടുതൽ ലോസ് വരരുത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നിബന്ധനകളുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ നമുക്ക് അഥവാ നമ്മൾ ട്രേഡ് ചെയ്തു $100 പകരം $200 അധികം ലോസ് ആയി കഴിഞ്ഞാൽ നമ്മളവിടെ ഫെയിലായി. നമുക്ക് പിന്നെ ഇങ്ങനെ ഒരു അക്കൗണ്ട് ആ ഡെമോയിലെ സ്റ്റേജിൽ ഫേസ് 1 നമ്മൾ ഫെയിലായി പോകണം. അതുപോലെ തന്നെ അവരൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടാവും, ഇത്ര പ്രോഫിറ്റ് ആക്കി തരണം, 20% അല്ലെങ്കിൽ 25%, 30% പ്രോഫിറ്റ് ആക്കി തരണം. അവരിട്ട് തന്ന ആ ഡെമോയിൽ എത്രയാണോ ക്യാപിറ്റൽ അതിൻ്റെ ഇത്ര % പ്രോഫിറ്റ് ആക്കി തരണം എന്ന് പറയും. അപ്പോൾ നമ്മൾ അത്രയും പ്രോഫിറ്റ് ആക്കി കൊടുത്തില്ലെങ്കിലും നമ്മൾ ഫെയിലാവും. അതാണ് ഫേസ് 1. ഇതേ തന്നെയാണ് ഫേസ് 2. ഫേസ് 2 കുറച്ചുകൂടെ എമൗണ്ട് കൂടുതലുണ്ടാവും, കുറച്ചുകൂടെ ടാർഗറ്റും കൂടുതലായിരിക്കും. ഇതുപോലെയൊക്കെ തന്നെ ഇത്ര അങ്ങനെ ഫേസ് 1ഉം ഫേസ് 2ഉം അത് പലതിലും ചെറിയ ചെറിയ വ്യത്യാസം വരും. എല്ലാത്തിലും ഓൾമോസ്റ്റ് റൂൾസും റെഗുലേഷൻസും സെയിം ആണ്. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പല പ്ലാറ്റ്ഫോമുകൾ കിട്ടും, എല്ലാത്തിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. അങ്ങനെ ഫേസ് 1ഉം പാസ്സായി, ഫേസ് 2ഉം ഈ 2 ഡെമോയിലും നമ്മൾ അവർ പറയുന്ന ടാർഗറ്റ് ആക്കി കൊടുത്തു. നമ്മൾ ലോസ് ഒന്നും അത്ര വരുത്തിയില്ല കറക്റ്റായിട്ട് നമ്മൾ. അപ്പോൾ ഇവിടെ എന്താണ് അവർക്ക് ബോധ്യപ്പെടേണ്ടത്? നമുക്ക് നല്ലൊരു സ്ട്രാറ്റജി അറിയാം, നമുക്ക് ട്രേഡ് ചെയ്യാൻ അറിയാം, റിസ്ക് മാനേജ്മെൻറ്റ് അറിയാം. കാരണം കറക്റ്റ് പ്രോപ്പറായിട്ട് നമ്മൾ റിസ്ക് എല്ലാം മാനേജ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇത് രണ്ടും അവർക്ക് ബോധ്യമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് ഒറിജിനൽ അക്കൗണ്ട് തരും. പക്ഷേ ഇവിടെ ഫേസ് 1ഉം ഫേസ് 2ഉം നമുക്ക് കിട്ടണമെങ്കിൽ ഫസ്റ്റ് നമ്മളൊരു എമൗണ്ട് പേ ചെയ്യണം. അതായത് ചിലതൊരു $399, $499, $299, $500 എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം ആ റേഞ്ചിലാണ് വരുന്നത്. നമ്മൾ എന്താണ് അത് അവർക്ക് പേ ചെയ്യണം. അങ്ങനെ നമ്മളവിടെ പേ ചെയ്താലേ നമുക്ക് ഈ ഫേസ് 1ഉം ഫേസ് 2 അതായത് ഈ ഡെമോ ചെയ്യാനുള്ള ആ എക്സാം എന്ന് നമുക്ക് പറയാം അല്ലേ, എക്സാമിൻ്റെ ആ ഒരു അക്കൗണ്ട് നമുക്ക് തരുള്ളൂ. അപ്പോൾ അഥവാ നമ്മൾ ഫെയിലായാൽ നമ്മുടെ എമൗണ്ട് അവിടെ നഷ്ടപ്പെടും. ഇനി നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് അവർ തിരിച്ചു തരും. ഒപ്പം അവരിതുപോലെ ഒറിജിനലായിട്ട് എമൗണ്ട് ഇട്ടിട്ടുള്ള ഒരു അക്കൗണ്ടും നമുക്ക് തരും. അത് 5,000 നമ്മൾ അപ്ലൈ ചെയ്തതിനനുസരിച്ച് നമ്മുടെ കഴിവിനനുസരിച്ച് $5,000 to $1 lakh ഉള്ള അക്കൗണ്ടുകൾ നമുക്ക് തരും. സോ നമുക്ക് എന്താണ് ഇവിടെ ഗുണം? ഇങ്ങനെ കിട്ടുമ്പോൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ടെൻഷനില്ല. നമ്മുടെ സ്വന്തം ക്യാപിറ്റലിട്ട് ട്രേഡ് ചെയ്യുന്ന അത്രയ്ക്കൊരു മെൻ്റൽ ടെൻഷൻ നമുക്കിവിടെ വരുന്നില്ല. ട്രേഡ് ചെയ്യാൻ അറിയുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് നല്ല കൂളായിട്ട് ഇരുന്ന് അവിടെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ആക്കാം. പിന്നീട് അവിടെ പ്രോഫിറ്റിന് ടാർഗറ്റൊന്നുമില്ല, അതായത് ഇത്ര തന്നെ ആവണം അങ്ങനെ ടാർഗറ്റ് ഇല്ല. നമുക്കത് പ്രോഫിറ്റാക്കി കൊടുക്കാം. ആദ്യത്തെ പ്രാവശ്യം 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാലേ നമ്മൾ 1 മാസം കൊണ്ട് എത്ര പ്രോഫിറ്റാക്കി, അപ്പോൾ നമുക്ക് ആ 1 മാസം കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാം. പിന്നെ നമുക്ക് വീക്ക്ലി, ചിലതിൽ 2 weeks കൂടുമ്പോൾ വിഡ്രോ ചെയ്യാം, ചിലതിൽ വീക്ക്ലി നമുക്ക് നമ്മളാക്കിയ പ്രോഫിറ്റിൻ്റെ എത്ര % ആണോ ആ % വിഡ്രോ ചെയ്യാം. അതിൽ ഓപ്ഷൻസ് ഉണ്ടാവും. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്ത് നമ്മുടെ വാലറ്റിലേക്കും നമ്മുടെ അക്കൗണ്ടിലേക്കൊക്കെ വരുന്നതായിരിക്കും. സോ ഇതാണ് അവിടെ നടക്കുന്നത്. സോ ഇത് മൊത്തത്തിൽ നല്ല സുഖമുള്ള കാര്യം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെൻ്റലി നമുക്കൊരു പ്രോബ്ലം ഇല്ല, ആ ഒരു ടെൻഷൻ ഇല്ലാതെ നമുക്ക് കൂളായിട്ട് ട്രേഡ് ചെയ്യാം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഫസ്റ്റ് തന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ഏതൊരു കാര്യത്തിലും ഒന്ന് ഇടയിൽ വന്ന് പറ്റിക്കുന്ന പലരും ഉണ്ടാവും. നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പല ഫേമുകളും ഉണ്ടാവും. ഇവർ ജസ്റ്റ് ഈ $399 അല്ലെങ്കിൽ $499 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ രജിസ്റ്റർ ചെയ്യാനുള്ള എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ എമൗണ്ടും കൊണ്ട് മുങ്ങും. പിന്നെ നമുക്ക് ഒറിജിനൽ അക്കൗണ്ട് തരില്ല, അല്ലെങ്കിൽ തന്നാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് വിഡ്രോവൽ കിട്ടില്ല, നമ്മൾ വിഡ്രോ കൊടുക്കുമ്പോൾ വരില്ല. അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ടി ട്രേഡ് 1 മാസം ചെയ്ത് കൊടുത്തു, പക്ഷേ വിഡ്രോവൽ കൊടുക്കുന്ന സമയത്ത് വരുന്നില്ല. അങ്ങനെ പല പറ്റിക്കലും വരുന്നുണ്ട്. സോ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ജെനുവിൻ ആയിട്ടുള്ളതിനെ തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള ഫേം അതാ ചോദിക്കുകയാണെങ്കിൽ, സിൻസിയർലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഫണ്ടഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രൊഫ് ഫേമുകളൊന്നും ചെയ്യുന്നില്ല. ഞാൻ സ്വന്തമായിട്ട് എൻ്റെ ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ട്, പക്ഷെ ചെയ്യാൻ തോന്നിയിട്ടില്ല. ചെയ്യുന്നത് നല്ലതാണ്, പക്ഷെ ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ട് ഇത് നല്ലതാണ് എന്നെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ എൻ്റെ കുറേ പലതും നോക്കി, പല റിവ്യൂസും നോക്കി, ചെയ്യുന്നവരോട് ചോദിച്ചിട്ടും അതുപോലെ തന്നെ പല സ്റ്റഡി നടത്തിയിട്ടും കുറച്ച്, അതായത് FTMO അതുപോലെ തന്നെ ഫോറക്സ് ഫണ്ട്, ഇത് രണ്ടും ഇപ്പോൾ കുറച്ച് നിലവിൽ കുറച്ച് നല്ല ലെവലിൽ നിൽക്കുന്നതാണ്, കുറേ പേര് യൂസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും പറയാണ്, പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് രണ്ടിലും അല്ലാതെ ഞാൻ ഒന്നിൽ വെറുതെ ഒന്ന് രജിസ്റ്റർ ചെയ്തു.
അപ്പോൾ ജസ്റ്റ് അവർ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു, ആ ഫേസ് വരെ ഞാൻ ജസ്റ്റ് അതിൻ്റെ സൈറ്റിൻ്റെ ഒരു ഇതറിയാൻ വേണ്ടിയിട്ട് ചെയ്ത് നോക്കിയെന്നല്ലാതെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടില്ല. അത് മോശമായതുകൊണ്ടോ വേറൊന്നും കൊണ്ടോ അല്ല, എനിക്കതിലൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാഞ്ഞത്. അപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നവർക്ക് ഞാൻ പറഞ്ഞു ഈ രണ്ടെണ്ണം ഇപ്പം ഞാൻ പഠനം നടത്തിയതിൽ വെച്ചിട്ട് കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ പറ്റിക്കുന്ന ഒരുപാട് സൈറ്റുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എമൗണ്ട് നമ്മൾ ഇനീഷ്യലി ഇടുന്ന ആ ഒരു എമൗണ്ട് നമ്മൾ രജിസ്ട്രേഷൻ ഫീ എന്ന് പറയാം, ആ ഫീ കൊണ്ടുപോകുന്നവരുണ്ട്. അതുപോലെ നമ്മൾ ട്രേഡ് ചെയ്തിട്ട് 1 മാസം നമ്മൾ ട്രേഡ് ചെയ്തിട്ട് വിഡ്രോ കറക്റ്റായിട്ട് തരാത്തവരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇതിലൊന്നും പോയി പെടാതെ നിങ്ങൾ കറക്റ്റായിട്ട് എപ്പോഴും റിവ്യൂ നോക്കി സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ അവർ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അവർ നമുക്കൊരു അക്കൗണ്ട് തരുമല്ലോ, ആ അക്കൗണ്ട് ഏതെങ്കിലും ബ്രോക്കറിൽ രജിസ്റ്റേർഡ് ആയിരിക്കില്ല. അപ്പോൾ ആ ബ്രോക്കറും ഏതാണെന്ന് നോക്കണം, അതും ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രോക്കറാണോ നോക്കണം. പിന്നെ നമ്മൾ ബ്രോക്കേഴ്സിൻ്റെ കാര്യം പറയുന്ന പോലെ അവരുടെ എല്ലാ ഡീറ്റെയിൽസും നോക്കുക, അവർ എവിടെയൊക്കെയാണ് അവരുടെ രജിസ്ട്രേഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കുക. അപ്പോൾ ഇതെല്ലാം നോക്കി റിവ്യൂ എല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ ഏത് ഫേം ആണെങ്കിലും അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ഇങ്ങനത്തെ പല പേരുകളിൽ തുടങ്ങി ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങുന്ന പലരുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിലിപ്പോൾ ഇത് കേട്ട പാടെ കുറേ പേര് വിചാരിക്കും എന്നാൽ നമുക്ക് അത് എടുക്കാം, അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ട്രൈ ചെയ്യുന്നവരോട് ഞാൻ പറയാം, നിങ്ങളൊരു ബിഗിനേഴ്സ് ആണെങ്കിൽ, അതായത് നിങ്ങൾ പ്രോപ്പറായിട്ടൊരു പ്രോഫിറ്റ് ഇതുവരെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നില്ല പ്രോപ്പറായിട്ട്, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു പ്രോഫിറ്റ്, നിങ്ങൾക്കൊരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് ഡെമോയിലാണെങ്കിലും റിയലിലാണെങ്കിലും നിങ്ങൾക്കൊരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് കിട്ടുന്നില്ല. പക്ഷേ നിങ്ങളിങ്ങനെ ഒരു ഫണ്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ചാടിക്കയറിയാൽ ഈ ഒരു ഫേസ് പാസ്സാവാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു കൺസിസ്റ്റൻസി വരാതെ നിങ്ങൾ ഈ ഫണ്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ഒരു $300 അല്ലെങ്കിൽ $400 ഒക്കെ ഇട്ടിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് ഈ ഫേസ് ഫെയിലായാൽ നിങ്ങളുടെ ആ എമൗണ്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഒറിജിനൽ അക്കൗണ്ടിലിട്ടിട്ട് നിങ്ങൾക്ക് സ്വന്തമായി ട്രേഡ് ചെയ്യാം. അല്ലെങ്കിൽ ഡെമോ ചെയ്തിട്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് പ്രാക്ടീസായി നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത് പാസ്സാവുമെന്ന ലെവലിൽ എത്തിയാൽ മാത്രം ഓടിക്കയറി പോവുക. അല്ലാതെ ഇത് കേൾക്കുമ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് പലരും ഇത് ഫണ്ട് കിട്ടുമല്ലോ വിചാരിച്ച് ചുമ്മാ രജിസ്റ്റർ ചെയ്തിട്ട് ട്രേഡ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഒന്നും അറിയാതെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ട്രേഡിംഗ് ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റിലേക്ക് എത്തിത്തുടങ്ങാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ആ ലെവലിൽ നിങ്ങൾ എത്തുമ്പോൾ മാത്രം ഇത് ചെയ്യുക. പിന്നെ ഒന്ന് നിങ്ങൾ പലരും കണ്ടു കാണും, നമുക്ക് പൈസ തന്നാൽ നമ്മളിത് വിജയിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് കുറേ വേറെയും ആളുകളുണ്ട്. അതായത് അവർക്ക് നമ്മൾ ഇത്ര എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്കിത് വിജയിപ്പിച്ച് തരും. അതായത് നമ്മുടെ ഈ ഫേസ് അവർ നമുക്ക് പാസ്സാക്കി തരും, അവർ നമുക്ക് വേണ്ടി ട്രേഡ് ചെയ്ത് അത് പാസ്സാക്കി തരും. എന്നിട്ട് നമുക്ക് ആ ഫണ്ടഡ് അക്കൗണ്ട് നമുക്ക് പിന്നെ ട്രേഡ് ചെയ്യാം. ഇനി അഥവാ ഈ ഫേസ് വിജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരസ്യങ്ങൾ കാണാം. അപ്പോൾ അതിലും ഈ പറയുന്ന പോലെ ജെന്യുവനായിട്ട് ചെയ്തു തരുന്നവരുണ്ട്, ജെന്യുവൻ അല്ലാത്തവരുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. പക്ഷെ ജെന്യുവനായിട്ട് ചെയ്തു തരുന്നവരാണെങ്കിൽ പോലും ഫേസ് 1ഉം ഫേസ് 2ഉം പാസ്സായി നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾക്ക് ആ ഒരു ഫണ്ടഡ് അക്കൗണ്ട് കിട്ടിയാൽ അപ്പോഴും നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ട്രേഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാസം കൊണ്ട് ആ ഫണ്ടഡ് അക്കൗണ്ടിലെ ഫണ്ട് മുഴുവൻ പോയി കഴിഞ്ഞാൽ കാര്യമില്ല. വെറുതെ പരീക്ഷിച്ച് നോക്കാമെന്ന നിലയിൽ എടുത്ത് ചെയ്യുന്നവരുണ്ട്. പക്ഷേ അപ്പോഴും നിങ്ങൾക്കതൊരു കൺസിസ്റ്റൻ്റ് അല്ല, പിന്നെ അതവിടെ വെച്ച് പോയി കഴിഞ്ഞാൽ കാര്യമില്ല. നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റായിട്ട് ഇത് യൂസ് ചെയ്യണം. ഇതായത് നല്ലൊരു അവസരമാണ് നമുക്ക് എല്ലാവർക്കും നല്ലൊരു അവസരമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇത്രയും വലിയൊരു ഫണ്ട് ഇടാൻ ഉണ്ടാവില്ല. ചിലപ്പോൾ $1 lakh എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു എമൗണ്ടാണ്. അപ്പം നമുക്ക് കിട്ടുന്ന നല്ലൊരു അവസരമാണ്. പക്ഷേ അപ്പോൾ ആ അവസരം നമുക്ക് കൺസിസ്റ്റൻ്റായി പ്രോഫിറ്റാക്കി നമുക്കത് മുന്നോട്ട് ദീർഘനാൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. അപ്പം അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്കിത് തീർച്ചയായും യൂസ് ചെയ്ത് നോക്കാം. അത് വിചാരിച്ച് ബിഗിനേഴ്സിന് ഇത് നോക്കരുതെന്നല്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. പക്ഷേ നിങ്ങളുടെ എമൗണ്ടാണ്, ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. അപ്പം ഞാൻ പറഞ്ഞു തന്നു എന്ന് മാത്രം അറിയേണ്ട കാര്യങ്ങൾ. സോ അപ്പോൾ ഇത് ബേസിക്കലി. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഇന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇന്നതാണെന്നൊന്നും പേഴ്സണലി ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ നടത്തിയ സ്റ്റഡികളിൽ നിന്ന് ഈ പറഞ്ഞ പോലെ FTMO ഒക്കെ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പഠനങ്ങൾ നടത്തുക, നിങ്ങൾ അവരുടെ എല്ലാവിധ റെഗുലേഷൻസും എല്ലാം നോക്കുക. ഞാൻ പറഞ്ഞ പോലെ അവർ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത് നോക്കുക, അവരുടെ വിഡ്രോവൽ ഹിസ്റ്ററി നോക്കുക. അതായത് പ്രോഫിറ്റൊക്കെ അവർ കറക്റ്റായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ, നമുക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ റിവ്യൂ ഇടും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. അങ്ങനെ എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലത് നോക്കി സെലക്ട് ചെയ്തിട്ട്
ഇത് നോക്കാം. അപ്പോൾ ഇങ്ങനെ അപ്പോൾ അതുപോലെ തന്നെ പലരും മെസ്സേജൊക്കെ പറയാറുണ്ട് ഫ്യൂച്ചറിൽ ഇവർ പകുതിക്ക് വെച്ച് നിർത്തി പോവോ എന്നതൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും നമുക്ക് യാതൊരു ധാരണയില്ല. ഫ്യൂച്ചറിൽ ഇവർ വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ പകുതിക്ക് വെച്ച് നിർത്തി പോവുക എന്നതൊക്കെ. പക്ഷേ ഇതിൽ വേറൊരു മെയിനായിട്ടുള്ളൊരു കാര്യം പറയാം, നമ്മുടെ ഫണ്ടല്ല. നമ്മളിപ്പോൾ phase 1 phase 2 പാസ്സായി നമ്മൾ അടച്ച ഫണ്ട് നമുക്ക് തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫണ്ടല്ല. ഇപ്പോൾ ഒരു 1, 2, 3 മാസം നമ്മൾ പ്രോഫിറ്റ് എടുത്തു, പിന്നെ അവിടെ വെച്ച് നിർത്തുകയാണെങ്കിലും ക്യാപിറ്റൽ നമ്മുടെ അല്ല. അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷേ നമ്മുടെ ടൈം തന്നെ നമ്മളിതിന് വേണ്ടി ചിലവഴിക്കുന്ന വാല്യുബിൾ ആയിട്ടുള്ള ടൈം അവിടെ നഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ക്യാപിറ്റൽ നഷ്ടപ്പെടുന്നില്ല. സോ അതുകൊണ്ട് അങ്ങനെ അവർ നിർത്തിപ്പോവോ എന്നുള്ളതൊക്കെ നമുക്കറിയില്ല. അതിനെക്കുറിച്ച് ശരിക്കും പറയാൻ അറിയില്ല. സോ ഇപ്പം നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ആൾക്കാർ ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ കുറച്ചൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ എപ്പോഴും എല്ലാവരും ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ഇപ്പോൾ ബ്രോക്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഞാനതാണ് എല്ലാ വീഡിയോയിലും എടുത്ത് പറയുന്നത്. എപ്പോഴും എല്ലാവരും എല്ലാം ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാം, എന്നോട് ചോദിക്കാം. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഐ എം ഡോക്ടർ ശരണ്യ രജീഷ്. ബൈ ബൈ.